ഹൗസ് ഓഫ് ദ ഡ്രാഗന്റെ സീസൺ 2 ടൈറ്റിൽ ഇൻട്രോയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. സീസൺ 1 പോലെയല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഗെയിം ഓഫ് ത്രോൺസിന്റെ ടൈറ്റിൽ ഇൻട്രോ എടുത്താൽ അതിലിപ്പോൾ വെസ്റ്ററോസിന്റെ മാപ്പായിരുന്നു മുഴുവനായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോരോ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതാണ്, അത് ഭരിക്കുന്ന ഹൗസസ് ഏതൊക്കെയാണ്, ഈവൺ ആ ഹൗസസിൽ വലിയ ചേഞ്ചസ് ഉണ്ടായാലും അതും അതിൽ ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീസൺ പോകും തോറും പല പല അട്ടിമറികളും നമ്മൾ കണ്ടു. സോ ഇപ്പോൾ വിന്റർഫെല്ലിൽ പണ്ട് സ്റ്റാർക്സ് ആയിരുന്നു, അതിനിടയ്ക്ക് വേറെ ഗ്രൂപ്പ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് അവരല്ലെങ്കിൽ അവരുടെ സിജിയിലൂടെ കാണിക്കും. ഈ രീതിക്ക് ചെറിയ ചേഞ്ചസ് മാപ്പിൽ തന്നെ കാണിച്ച് നമുക്ക് മൊത്തത്തിൽ ഒരു ഐഡിയ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്യാൻ അതിൻ്റെ ഒരു ടൈറ്റിൽ ഇൻട്രോയിൽ തന്നെ അവർക്ക് സാധിച്ചിരുന്നു. ആൻഡ് 7th or 8th സീസണൊക്കെ എത്തുന്ന സമയത്തേക്ക് വാള് ബ്രേക്ക് ആവുന്നതും വൈറ്റ് വാക്കേഴ്സ് വരുന്നതും ഐസ് കയറി വരുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഈ രീതിക്ക് എന്താണ് കഥയിലും മാറ്റങ്ങൾ, അത് അതേപടി തന്നെ മാപ്പിലും മാറ്റം കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിരുന്നു. ആൻഡ് ഇതേപോലെ അല്ലായിരുന്നു ഹൗസ് ഓഫ് ദ ഡ്രാഗന്റെ ടൈറ്റിൽ ഇൻട്രോ. അതിൻ്റെ ആ ഒരു തീം സോങ് അതേപോലെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും സീക്വൻസുകളിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. അതിൽ അല്ലെങ്കിൽ സീസൺ 1 മുഴുവനായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത് ടാർഗറിയൻ ലിനിയേജ് ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ട്രീ. നമ്മുടെ ഈ ഫയർ ആൻഡ് ബ്ലഡ് എന്ന് പറഞ്ഞ ബുക്കിൽ ഏറ്റവും അവസാനം ഒരു ടാർഗറിയൻ ലിനിയേജ് കൊടുത്തിട്ടുണ്ട്. ഫാമിലി ട്രീ മുഴുവനായിട്ട് ആരുടെ മകനാണ്, അത് ആരുടെ സക്സഷൻ ആണ് എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഫസ്റ്റ് സീസണിന്റെ ടൈറ്റിൽ ഇൻട്രോയിൽ മുഴുവനായിട്ട് കാണിച്ചത്. ആൻഡ് അത് ഒരു ഓൾഡ് വലേറിയയുടെ മോഡലായിരുന്നു കാണിച്ചത്. ആൻഡ് ഒരു വലേറിയയിലാണ് പണ്ട് ടാർഗറിയൻസ് മുഴുവനായിട്ട് ഉണ്ടായിരുന്നത്. സോ പഴയ വലേറിയയുടെ മോഡൽ അതിലൂടെ ഒരു ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് പോലെ ഓരോ ബ്ലഡ് ലൈൻ ഏതൊക്കെയാണ്, ആരുടെയൊക്കെ മക്കളാണ്, അത് കഴിഞ്ഞാൽ ടാർഗറിയൻ ബ്ലഡ് ലൈൻ എവിടം വരെ എത്തി നിൽക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ഫസ്റ്റ് സീസണിന്റെ ടൈറ്റിൽ ഇൻട്രോ നമുക്ക് കാണിച്ചത്. ആൻഡ് സെക്കൻഡ് സീസണിലേക്ക് എത്തുമ്പോൾ അങ്ങനെയല്ല, അതിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ ഇവർ കൊണ്ടുവന്നു. ഫസ്റ്റ് സീസണിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വലേറിയയിലുള്ള ടാർഗറിയൻ ലിനിയേജ് മാത്രമാണ്, ഫാമിലി ട്രീ മാത്രമാണ് കാണിച്ചതെങ്കിൽ സെക്കൻഡ് സീസണിൽ നമുക്ക് മുഴുവനായിട്ട് കാണിക്കുന്നത് ടാർഗറിയൻ ഹിസ്റ്ററിയാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് ടാർഗറിയൻസ് ഇതുവരെ ഇതിനു മുമ്പ് എവിടെയായിരുന്നു ആൻഡ് അറ്റ് പ്രസന്റ് ഈ ഡാൻസ് ഓഫ് ദ ഡ്രാഗൺ എന്ന ഇവന്റ് നടക്കുന്നത് വരെ എന്തൊക്കെ മെയിൻ ഇവന്റ്സ് ആണ് ഇവരുടെ ഈ ടാർഗറിയൻ ഹിസ്റ്ററിയിൽ നടന്നിട്ടുള്ളത് എന്ന് മുഴുവനായിട്ട് കാണിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ബുക്ക് മുഴുവനായിട്ട് തുടക്കം മുതൽ അവസാനം വരെയുള്ള അതിലെ മെയിൻ ഇവന്റ്സ് മുഴുവനായിട്ട് ഡെപ്പിക്ട് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ആദ്യത്തെ ഓൾഡ് വലേറിയ കാണിച്ചുകൊണ്ടായിരുന്നു. സോ വലേറിയ എന്ന് പറഞ്ഞ ലാർജസ്റ്റ് സിറ്റി ആയിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും വലിയ സിവിലൈസേഷൻ ആയിരുന്നു ഈ ഒരു ഗെയിം ഓഫ് ത്രോൺസിന്റെ ആ ഒരു ഇവന്റ് നടക്കുന്ന ആ ഒരു ഫാന്റസി വേൾഡിലെ തന്നെ. ആൻഡ് അത് മുഴുവനായിട്ട് ഡിസ്ട്രക്റ്റ് ആയി. ഇപ്പം അങ്ങനെ ഒരു സാധനം ഇല്ല, അതിൻ്റെ അവശിഷ്ടം മാത്രം നമുക്ക് കിട്ടാനുള്ളൂ. മാപ്പിൽ മുഴുവനായിട്ട് തുടച്ചു നീക്കപ്പെട്ടു. അതിനു മുമ്പ് വലേറിയ എങ്ങനെയായിരുന്നു, അതിൻ്റെ ഫുൾ ഫ്ലഡ്ജിൽ എങ്ങനെയായിരുന്നു എന്ന് കാണിക്കുന്നതാണ് ആദ്യ സീക്വൻസ്. ഈ വലേറിയയിൽ ഒരുപാട് ഹൗസസ് ഉണ്ടായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട ഹൗസസിൽ ഒന്നായിരുന്നു ഈ ഒരു ടാർഗറിയൻസും ദെൻ ഈ പറയുന്ന വലേറിയൻസ് ഒക്കെ തന്നെ. ഇവർ ഭയങ്കര റിച്ച് ആയിരുന്നു. ദെൻ ബ്ലഡ് മാജിക് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ദെൻ ഇൻസിസ്റ്റ് എന്ന കസ്റ്റം ഉണ്ട്. ഈ ഒരു ബ്ലഡ് മാജിക് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഇവർക്ക് ഡ്രാഗൺസിനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്നൊരു ബിലീഫ് ഉണ്ട്. സോ അത്തരത്തിൽ ഭയങ്കര ഫുൾ ഫ്ലെഡ്ജഡ് ആയിപ്പോയിക്കൊണ്ടിരുന്ന വലേറിയ തേടി അതിൻ്റെ ഒരു ഡൂം വരാനിരിക്കുന്നുണ്ടായിരുന്നു. അത് നേരത്തെ കണ്ട് അല്ലെങ്കിൽ നേരത്തെ ഡ്രീം ചെയ്തൊരു ക്യാരക്ടറായിരുന്നു ഡെയ്നിസ് ദ ഡ്രീമർ. സോ ഡെയ്നിസ് എന്ന ക്യാരക്ടർ തന്നെ ഡ്രീമിലൂടെ അത് കണ്ട് അവിടെ നിന്ന് ടാർഗറിയൻസിന് മുഴുവനായിട്ട് വെസ്റ്ററോസിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്. സോ ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ അവിടെ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള വലിയ ഹൗസസൊക്കെ അവിടെ തന്നെ സ്റ്റേ ചെയ്തു. ഇവർ പോകുമ്പോൾ കളിയാക്കി നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകണമെന്ന് പറഞ്ഞ്. then അത് കഴിഞ്ഞ് വലേറിയ തേടി അതിൻ്റെ ഡൂം വരികയാണ്. അതാണ് തൊട്ടടുത്ത സീക്വൻസിൽ നമുക്ക് കാണിച്ചു തന്നത്. 16 വോൾക്കാന് ഒരുമിച്ച് റെപ്റ്റ് ആയിട്ട് അവർ ലാൻഡ് മുഴുവനായിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിപ്പോയി എന്നാണ് പറയപ്പെടുന്നത്. സോ അവിടെ ഉണ്ടായിരുന്ന ഡ്രാഗൺസും ബാക്കിയുള്ള ഡ്രാഗൺ ലോഡ്സും ബാക്കിയുള്ള എല്ലാ ഫാമിലീസും കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു. അതായത് ആ വേൾഡിലെ ഗ്രേറ്റസ്റ്റ് സിവിലൈസേഷൻ മുഴുവനായിട്ട് വെള്ളത്തിൻ്റെ അടിയിലായിപ്പോയി. പിന്നെ അവിടെ നിന്ന് സർവൈവ് ചെയ്തത് വളരെ ചുരുക്കം ഡ്രാഗൺസ് മാത്രമാണ്. അത് ഈ പറയപ്പെടുന്ന നമ്മളെ ടാർഗറിയൻസ് വെസ്റ്ററോസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഡ്രാഗൺസ് മാത്രം. ബാക്കി എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു. ഈവൺ നമ്മളിപ്പോൾ വെസ്റ്ററോസിൽ മുഴുവനായിട്ട് കാണുന്ന വലേറിയൻ സ്റ്റീൽ അതെല്ലാം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ വലേറിയയിൽ നിന്നാണ്. അതുകൊണ്ടാണ് അത് ഇത്ര റെയർ എന്ന് പറയപ്പെടുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് വലേറിയ ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു, ഇനി കിട്ടാൻ യാതൊരു വഴിയില്ല. സോ ഈ ഡൂം ഓഫ് വലേറിയ ആയിരുന്നു ഇതിൽ അടുത്തതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു വലേറിയന്റെ ഡൂമിന് ശേഷമുള്ള ഒരു അവസ്ഥ നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഹൗസ് ഓഫ് ഡ്രാഗണിൽ നമുക്കിത് കാണിക്കുന്നില്ല. ഇത് സ്മോക്കിംഗ് സീനാണ് പറയുന്നത്. ഇപ്പോൾ ഇപ്പോഴും ആൾക്കാർ അതിൽ കൂടെ പോകാനായിട്ട് ഭയപ്പെടുന്നു. അവിടെ ഭയങ്കര അധികം മോൺസ്റ്ററസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ള ഒരു ബിലീഫ് ഉണ്ട് എല്ലാവർക്കും മൊത്തത്തിലുള്ള ഒരു വെസ്റ്ററോസ് വേൾഡിൽ തന്നെ. ഈവൻ നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ 5ാമത്തെ സീസണിലും മറ്റോ നമ്മുടെ ജോറ മോർമണ്ടും ടിറിയൻ ലാനിസ്റ്ററും കൂടി അതിനിടയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഡ്രാഗൺ പോകുന്ന ഒരു വലിയ സീൻ. സോ അവിടെ വെച്ച് പല കാര്യങ്ങളും ഉണ്ട്. പണ്ട് വലേറിയയ്ക്ക് മുമ്പിൽ ഇതുപോലെ പല ഡ്രാഗൺസും പറഞ്ഞതാണ്, അതിൽ കൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ സ്റ്റോൺമാൻ മാത്രമേ ഉള്ളൂ. സോ അവിടെ വെച്ചൊരു സ്റ്റോൺമാൻ്റെ അറ്റാക്ക് ഉണ്ടാവുന്നതും ഗ്രേ സ്കെയിൽ ജോറ മോർമുഡിന് കിട്ടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. സോ ഇതൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഓൾഡ് വലേറിയയിലാണ്. സോ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രക്റ്റ് ആയ ഒരു അബോളിഷ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരുന്നു ഓൾഡ് വലേറിയ ഗെയിം ഓഫ് ത്രോൺസിൽ കാണിച്ചത്. സോ ഈ വലേറിയയുടെ ഒരു ഡൂം എങ്ങനെ നടന്നു എന്നതായിരുന്നു ആ ഒരു സീക്വൻസുകൾ നമുക്ക് കാണിച്ചു തരുന്നത് ടൈറ്റിൽ ഇൻട്രോയിൽ. ഇത് കഴിഞ്ഞ ടാർഗറിയൻ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഇവന്റിൽ ഒന്നായിരുന്നു എയ്ഗോന്റെ കോൺക്വസ്റ്റ്. സോ ഈ ഒരു ടാർഗറിയൻസ് മുഴുവനായിട്ട് ഈ ഒരു വെസ്റ്ററോസിലേക്ക് വന്നു കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എയ്ഗോൺ ടാർഗറിയൻ എന്ന് പറഞ്ഞ ഒരു രാജകുമാരൻ തൻ്റെ സിസ്റ്റർ വൈഫ്സിനെ കൂട്ടിക്കൊണ്ട് ഈ ഒരു വെസ്റ്ററോസ് മുഴുവനായിട്ട് കീഴടക്കാൻ ഇറങ്ങി. സോ എയ്ഗോന്റെ കോൺക്വസ്റ്റ് കുറേ കാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സംഭവമായിരുന്നു.
സോ ഏഗോൺ പല രാജ്യങ്ങളും കീഴടക്കി, അല്ലെങ്കിൽ വെസ്റ്ററോസ് മുഴുവനായിട്ട് കീഴടക്കി അവിടെയുള്ള പ്രധാനപ്പെട്ട ലോർഡ്സിനെയും കിങ്സിനെയും ഒക്കെ തന്നെ മുട്ടുമടക്കിക്കൊണ്ട് കിങ്സ് ലാൻഡിങ്ങിൽ തന്നെ കോർണേഷൻ ചെയ്ത് അവിടുത്തെ രാജാവായി, അല്ലെങ്കിൽ വെസ്റ്ററോസിന്റെ അല്ലെങ്കിൽ 7 കിങ്ഡത്തിന് മുഴുവൻ രാജാവായി എന്നാണ് പറയപ്പെടുന്നത്. ഏഗോൺ ഒറ്റയ്ക്കല്ല വന്നു, ഏഗോണിന്റെ കൂടെ സിസ്റ്റർ വൈഫായ 2 പേരും ഉണ്ടായിരുന്നു, വിസന്യയും റെയ്നിസും. സോ ഏഗോൺ വന്ന ഡ്രാഗൺ ആയിരുന്നു ബലേറിയോൺ, വിസന്റിയുടെ ഡ്രാഗൺ ആയിരുന്നു വാഗാർ, ദെൻ റെയ്നിസിന്റെ ഡ്രാഗൺ ആയിരുന്നു മെറാക്സിസ്. ഇതിൽ തന്നെ ഏഗോണിന്റെ സിസ്റ്റർ വൈഫായ റെയ്നിസ് ഈ ഒരു കോൺക്വസ്റ്റിനിടയിൽ ഡോണിൽ വെച്ച് മരണപ്പെട്ടിരുന്നു. ഒരു ഡ്രാഗണും തീർന്നു, ആ ഒരു ക്യാരക്ടറും തീർന്നു. സോ ടാർഗറിയൻ ഹിസ്റ്ററിയിൽ മാത്രമല്ല, വെസ്റ്ററോസിന്റെ ഹിസ്റ്ററിയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആയിരുന്നു ഏഗോണിന്റെ കോൺക്വസ്റ്റ്. സോ ഒരു വലിയ സംഭവമാണ്, കിടിലൻ സംഭവമാണ്. സോ അതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ബാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏഗോണിന്റെ കോൺക്വസ്റ്റിൽ തന്നെ, അല്ലെങ്കിൽ ടാർഗറിയൻ ഹിസ്റ്ററിയിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇവന്റ്സിലൊന്നായിരുന്നു ഹാരൻ ഹെല്ല് മുഴുവനായിട്ട് കത്തി നശിപ്പിച്ചുകൊണ്ടിരുന്നത്. സോ ഒരു ഏഗോൺ കോൺക്വസ്റ്റിനായിട്ട് വരുന്ന സമയത്ത് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തത് ഹാരനാണ്. സോ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കിങ്ഡത്തിലൊന്നും, ഏറ്റവും വലിയ കൊട്ടാരത്തിലൊന്നുമായിരുന്നു ഹാരൻ ഹെൽ. സോ ഹാരൻ എന്ന് പറയുന്ന അന്നത്തെ രാജാവ് ഉണ്ടാക്കി തീർത്തിട്ടുള്ളൂ ഈ ഹാരൻ ഹെൽ എന്ന് പറഞ്ഞ ഒരു വലിയ കൊട്ടാരം. സോ ആൾക്ക് അറിയില്ലായിരുന്നു ഡ്രാഗണിന്റെ പവറൊന്നും. സോ നെഗോഷിയേഷൻ നടത്തിയ സമയത്ത് താൻ ഒരിക്കലും മുട്ടുകടക്കില്ല, തന്നെ ഈ കോട്ട മുതൽ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഹാരൻ ഹെല്ലിൻ്റെ ഉള്ളിൽ കയറിപ്പോയ ആ ഒരു ക്യാരക്ടറും ബാക്കിയുള്ളവരൊക്കെ തന്നെ ഏഗോൺ തൻ്റെ ഒറ്റ ഡ്രാഗണെ വെച്ച് കത്തിച്ചില്ലാണ്ടാക്കി. ആൻഡ് അതിൻ്റെ അവശിഷ്ടമൊക്കെയാണ് നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ കാണുന്നത്. ഇപ്പോൾ ഹാരൻ ഹെല്ല് മുഴുവനായിട്ട് കത്തിയിട്ട് അവിടുത്തെ കല്ലുകൾ മുഴുവൻ ഉരുകിയിട്ടുള്ള ഒരു ഷേപ്പിലാണ് ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഹാരൻ ഹെല്ല് കാണുക. ആൻഡ് ആ ഒരു എൻറ്റയർ ഏരിയ മുഴുവനായിട്ട് കത്തി, അത് മാത്രമല്ല അതിന് ചുറ്റുമുള്ള ഏരിയ മുഴുവൻ. സോ അങ്ങനെ കത്തി നശിപ്പിക്കപ്പെട്ട ഹാരൻ ഹെല്ലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് അതിലുണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാ സോൾജേഴ്സിൻ്റെയും എല്ലാ വാരിയേഴ്സിൻ്റെ ഒക്കെ തന്നെ സ്വാർട്സ് എടുത്തിട്ടാണ് അയൺ ത്രോൺ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഇവിടുന്ന് ഈ കത്തിക്കരിഞ്ഞിട്ടുള്ള സ്വാർട്സ് മുഴുവൻ എടുത്തുകൊണ്ട് കിങ്സ് ലാൻഡിൽ കൊണ്ടുപോയി ബലേറിയോന്റെ ബ്രീത്ത് വെച്ച്, അല്ലെങ്കിൽ ഫയർ വെച്ചിട്ട് കത്തിച്ചിട്ടാണ് കിങ്സ് ലാൻഡിങ്ങിലെ ഈ പറയുന്ന അയൺ ത്രോൺ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ അയൺ ത്രോണിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഹാരൻ ഹെൽ. അതിനേക്കാൾ പ്രധാനപ്പെട്ടതായിരുന്നു ഏഗോണിന്റെ കോൺക്വസ്റ്റ്. സോ ഏഗോണിന്റെ കോൺക്വസ്റ്റിൽ തന്നെ ഹാരൻ ഹെൽ കത്തിച്ചതാണ് ഇതിൽ പിന്നീട് കാണിച്ചത്. അത് കഴിഞ്ഞ് ഈ കോൺക്വസ്റ്റിന്റെ ഭാഗമായിട്ട് പല പല രാജാക്കളും ഏഗോണിന്റെ മുമ്പിൽ മുട്ടുമടക്കി. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഹൗസ് സ്റ്റാർക്കും ദെൻ ബാക്കിയുള്ള കുടുംബങ്ങളൊക്കെ തന്നെ. സോ ഹൗസ് സ്റ്റാർക്കിലെ ടോറൻ സ്റ്റാർക്ക്, ആ ഒരു ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസും ആ ഒരു ക്യാരക്ടറിന് മുട്ടുമടക്കിയതിനെ പറ്റി കഴിഞ്ഞ എപ്പിസോഡിലേക്ക് ഇവർ ടീസ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. സോ വിന്റർഫെല്ലിലെ ടോറൻ സ്റ്റാർക്കും റിവറൻസിലെ എഡ്മണ്ട് ടള്ളിയും വെയിലിലെ ഷാറായറിനും ഇവരൊക്കെ തന്നെ ഏഗോണിന്റെ മുമ്പിൽ മുട്ടുമടക്കിയിരുന്നു. ആ ഒരു സീക്വൻസ് ആണ് അതിലൂടെ കാണിച്ചത്. ദെൻ കംപ്ലീറ്റ് ആയിട്ട് ഈ രാജ്യങ്ങൾ മുഴുവൻ ഏഗോണിന്റെ മുമ്പിൽ കീഴടങ്ങിയപ്പോൾ, പ്രത്യേകിച്ച് അവസാനം വെയിൽ കീഴടങ്ങിയതോടെ ഈ ഒരു കോൺക്വസ്റ്റ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയി. അങ്ങനെ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഡോൺ അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. ഡോൺ ഒരു റിബല്യസ് ഗ്രൂപ്പായിട്ട് അപ്പോൾ തന്നെ ബാക്കിയുണ്ട്. പക്ഷെ ബാക്കിയുള്ള 7 കിങ്ഡംസ് ഉണ്ടാക്കി കഴിഞ്ഞു, ഒക്കെ കംപ്ലീറ്റ് ആയി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഏഗോൺ കോർണേഷൻ ചെയ്തു, അല്ലെങ്കിൽ ഏഗോണിന്റെ കോൺക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് രാജാവായി. കിങ്സ് ലാൻഡിങ്ങിൽ 3 ടവറുകൾ പറഞ്ഞത് അവിടെ മൂപ്പരുടെ കോർണേഷൻ നടക്കുകയാണ്. സോ ഇതൊക്കെ എന്തിനുള്ളത് നമ്മൾ ഈ ഒരു 2 സീരീസും കൂടി ലിങ്ക് ചെയ്ത് ഓക്കെ ഇനി വരാതിരിക്കുന്നുണ്ട്, നമ്മുടെ നൈറ്റ് കിങ് ഒക്കെ വരാതിരിക്കുന്നുണ്ട്, അപ്പോൾ എങ്ങനെ പോയാലും ഒരു ടാർഗറിയൻ കിങ് അവിടെ റൂൾ ചെയ്യണം എന്നുള്ള ഏഗോണിന്റെ ഡ്രീം എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു സീസണിലും കൂടി ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ സീസണിലും. സോ ആ ഒരു പ്രൊഫസിയും കൂടി കണ്ടുകൊണ്ടാണ് ഏഗോൺ വന്നത് എന്നാണ് പറയപ്പെടുന്നത്. സോ ഏഗോണിന്റെ കോൺക്വസ്റ്റ് കഴിഞ്ഞ് ഏഗോൺ കോർണേഷൻ ചെയ്ത് ആ ഒരു 3 ഹെഡ് ഡ്രാഗൺ സിജിൽ ഉണ്ടാക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇതിന്റെ അടുത്ത സീക്വൻസുകൾ നീങ്ങിയത്. സോ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ കാണാൻ നമുക്കറിയാം, ഇപ്പോൾ ഡൈനീരിസ് വരുമ്പോൾ ഈ ഒരു ടാർഗറിയൻസിന്റെ സിജിൽ എന്ന് പറയുന്നത് 3 ഹെഡ് ഡ്രാഗൺ ആണ്. ഈ 3 ഹെഡ് ഡ്രാഗൺ ഏഗോൺ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിജിലാണ്. സോ ഏഗോണും തന്റെ സിസ്റ്റർ വൈഫായ 2 പേരും, ഇവർ 3 പേരും കൂടി കൂട്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇവരുടെ 3 ഡ്രാഗൺസിനെ സിംബോളൈസ് ചെയ്യുന്നതാണ് ഈ ഒരു 3 ഹെഡ് ഡ്രാഗൺ. സോ നമ്മുടെ ബലേറിയൻ, വാഗർ ആൻഡ് മെറാക്സിസ് അവരുടെ 3 പേരുടെ 3 ഡ്രാഗൺസ്. സോ അങ്ങനെയാണ് ഒരു 3 ഹെഡ് ഡ്രാഗന്റെ ഒരു സിജിൽ ഉണ്ടാക്കിയത്. അതാണ് ആ ഒരു സീക്വൻസിൽ കാണിച്ചു തന്നത്. ദെൻ ഏഗോൺ കുറെ കാലം രാജാവായി. അത് കഴിഞ്ഞ് ഏഗോണിന്റെ മകനായ എയ്നിസ് രാജാവായി. പക്ഷേ എയ്നിസ് അധിക കാലം നിന്നില്ല, ഒരു 4-5 വർഷം മാത്രമാണ് റൂൾ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് മെയ്ഗോർ ടാർഗറിയൻ റൂൾ ചെയ്തിരുന്നു. പക്ഷെ മെയ്ഗോറിന്റെ റൂൾ വളരെയധികം മോശമായിരുന്നു. അല്ലെങ്കിൽ ടാർഗറിയൻ ഹിസ്റ്ററിയിലെയും അല്ലെങ്കിൽ വെസ്റ്ററോസ് ഹിസ്റ്ററിയിലെ ഏറ്റവും മോശം റൂളേഴ്സിലൊന്നായിരുന്നു മെയ്ഗോർ. ഫുള്ളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കായിരുന്നു ഈ ഒരു ക്യാരക്ടർ മുഴുവൻ. കംപ്ലീറ്റ് ആയിട്ട് വെസ്റ്ററോസിൽ ഒരു കെയോട്ടിക് സിറ്റുവേഷൻ തന്നെ ഈ ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയിരുന്നു. ആൻഡ് മെയ്ഗോർ ഒരു ദിവസം ഈ ഒരു അയൺ ത്രോണിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അതിന് ഒരുപാട് തിയറീസും ഒരുപാട് ബാക്ക് ബിലീവ്സും ഉണ്ട്. അത് എങ്ങനെ മരിച്ചു ഇതുവരെ ആർക്കും അറിയില്ല. പക്ഷേ ഈ മെയ്ഗോർ അയൺ ത്രോണിൽ ഇരുന്ന് മരിക്കുന്ന സീക്വൻസ് ആണ് തൊട്ടടുത്തായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫയർ ആൻഡ് ബ്ലഡ് എന്ന ബുക്കിലും പ്രധാനമായിട്ട് അതിനെ ഒരു ഫിഗർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് മെയ്ഗോർ മരിച്ചു കിടക്കുന്ന ഒരു സിറ്റുവേഷൻ. അതേപോലെ തന്നെ ഇതിൽ ഡെപ്പിക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ മരിച്ചു എന്ന് പലരും പറയുന്നുണ്ട്. ഈ അയൺ ത്രോൺ തന്നെ കൊന്നതാണോ, അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് ആണോ, അല്ലെങ്കിൽ ഒരു മെയ്ഗോറിന്റെ വൈഫ് തന്നെ കൊന്നതാണോ, അല്ലെങ്കിൽ കിങ്സ് ഗാർഡിലെ കമാൻഡർ കൊന്നതാണോ എന്നിങ്ങനെ പല പല തിയറീസ് ഉണ്ട്. പക്ഷേ പൊതുവെ വെസ്റ്ററോസിൽ എല്ലാവരും തന്നെ ബിലീവ് ചെയ്യുന്നത് ഈ ഒരു അയൺ ത്രോൺ പലരെയും കൊല്ലും. നമ്മളിപ്പോൾ വിസേരിയസിന്റെ കൈ മുറിഞ്ഞ് ആള് ഇത് കഴിഞ്ഞ് ഡിസീസ് വന്ന് മരിക്കുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതേപോലെ തന്നെ ഒരു മിസ്ബിലീഫാണ് ഈ ഒരു അയൺ ത്രോണിൽ ഇരിക്കുന്നത് ആരാണോ അവർക്ക് മരണം ഉറപ്പാണെന്നുള്ളത്. ആ രീതിക്ക് അത് ഒന്നും കൂടി ഉറപ്പിക്കുന്ന ഒന്നായിരുന്നു ഈ ഒരു മെയ്ഗോറിന്റെ ഡെത്തും. സോ ഒരു ദിവസം പെട്ടെന്ന് രാവിലെ നോക്കുമ്പോൾ ഈ ഒരു മെയ്ഗോർ അയൺ ത്രോണിൽ ഇരുന്ന് മരിക്കുന്നു. ആ ഒരു സീക്വൻസ് ആണ് അതിൽ കാണിച്ചു തന്നത്. then അത് കഴിഞ്ഞ് മെയ്ഗോറിന്റെ കാലശേഷം ജെഹേരിസ് ടാർഗറിയൻ വന്നു. ജെഹേരിസും അലിസൈനും ഒരു 40-50 വർഷക്കാലം
ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സമാധാനത്തോടെ ഉള്ള ഒരു റൂളാണ് നടത്തിക്കൊണ്ടിരുന്നത്. സോ മെയ്ഗോറിൻ്റെ ആ ഒരു വളരെ മോശപ്പെട്ട വളരെ കെയോട്ടിക് ആയിട്ടുള്ള റൂളിന് ശേഷം വെസ്റ്ററോസ് മുഴുവനായിട്ട് ഒരു 19 വർഷക്കാലത്തേക്ക് വളരെ സമാധാനത്തോടെ റൂൾ ചെയ്തിരുന്ന സമയമായിരുന്നു ജെഹേരിസ് ടാർഗേറിയൻ്റെ റൂൾ സമയം. സോ ജെഹേരിസ് ടാർഗേറിനെ ഓൾറെഡി നമ്മൾ പ്രൊലോഗിൽ കണ്ടതാണ്. സോ അദ്ദേഹത്തിൻ്റെ യങ്ങർ ഏജിലാണ് അതൊക്കെ നടന്നത്. ആൻഡ് ഈ ജെഹേരിസും അലിസനായിരുന്നു വാളിലേക്ക് പോയത് തങ്ങളുടെ ഡ്രാഗൺസിനെടുത്ത്. സോ ആ ഒരു ഡ്രാഗൺസ് ബിയോണ്ട് ദി വാൾ കടക്കാനായിട്ട് പേടിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ മൊത്തത്തിലുള്ള വിസ്റ്ററോസ് മുഴുവനായിട്ട് കൺട്രോൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നോക്കി നടത്തിയ ഒരു റൂൾ തന്നെയായിരുന്നു ജെഹേരിസിൻ്റെയും അലിസൻ്റെയും. ആൻഡ് ആ സീക്വൻസുകളാണ് ഇവിടെ കാണിച്ചത്. ആൻഡ് ഇത് കൂടാതെ ഇതിൽ പല സമയത്തും ഫെയ്ത്ത് ഓഫ് ദി സെവൻ്റെ സിമ്പിൾസ് നമുക്ക് അവിടെ ഇവിടെ കാണാൻ സാധിക്കും. സോ ഈ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഫെയ്ത്ത് ഉണ്ട്, അതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഈ ഫെയ്ത്ത് ഓഫ് ദി സെവൻ ഉണ്ടായതും ജെഹേരിസ് ടാർഗേറിന്റെ റൂൾ സമയത്താണ്. ഇത് കഴിഞ്ഞാണ് ഗ്രേറ്റ് കൗൺസിൽ നടന്നത്. 101 AC കാലഘട്ടത്തിലാണ് ഈ ഒരു ഗ്രേറ്റ് കൗൺസിൽ നടക്കുന്നത്. ഇത് നമ്മുടെ പ്രൊലോഗിൽ കാണിച്ചിരുന്നു. സെയിം സീക്വൻസ് തന്നെയാണിത്. സോ ജെഹേരിസിന്റെ കാലശേഷം അടുത്തത് ആര് രാജാവാവണം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് റെയ്നിസിനെ തഴഞ്ഞ് വിസേരിയസിനെ രാജാവാക്കുന്ന സീക്വൻസ് അത് നമ്മൾ പ്രൊലോഗിൽ കണ്ട സെയിം സാധനം തന്നെയാണ് ഇവിടെ നമുക്ക് ബൂൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. then അത് കഴിഞ്ഞ് അലിസന്റെ ഗ്രീൻ ഡ്രസ് ഇട്ട് വരുന്നത്, അതായത് നമ്മുടെ ലൈനോറിന്റെ വെഡിങ് സമയത്ത് അലിസന്റെ ഗ്രീൻ ഇട്ട് വരുന്നത് ഒരു യുദ്ധത്തിന് അല്ലെങ്കിൽ ഒരു റിബല്യൻ ഇപ്പോൾ തന്നെ തുടക്കം കിട്ടും എന്നൊക്കെ പറയുന്ന ആ ഒരു സിംബോളിസം ആയിരുന്നു. അത് കഴിഞ്ഞ് ഗ്രീൻസും ബ്ലാക്സും സെപ്പറേറ്റ് ആയി. ആ ഒരു സെപ്പറേഷനാണ് തൊട്ടടുത്തായിട്ട് കാണിച്ചത്. then അത് കഴിഞ്ഞ് വിസേരിയസിനെ മരണശേഷം ഗ്രീൻസും ബ്ലാക്സും സെപ്പറേറ്റ് ആയി. അവർക്ക് രണ്ടുപേർക്കും 2 രാജാക്കളുണ്ട്. സോ ഗ്രീൻസിന് ഇപ്പോൾ ഏഗോൺ ഉണ്ട്, ബ്ലാക്സിന് റെയ്നറി ടാർഗേറിയൻ ഉണ്ട്. രണ്ടുപേരും 2 സ്ഥലത്താണ്, രണ്ടുപേരും രാജാക്കളാണ്. സോ 2 kings അറ്റ് ദ സെയിം ടൈം എന്ന് പറഞ്ഞ ആ ഒരു സിംബോൾസ് ആയിരുന്നു അതിലൂടെ കാണിച്ചത്. ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി ഉള്ള സിറ്റുവേഷൻ. സോ ഏഗോൺ കിങ്സ് ലാൻഡിലും അത് അയൺ ത്രോണിലും റെയ്നേറിയ ഡ്രാഗൺ സ്റ്റോണിലാണ്. ഡ്രാഗൺ സ്റ്റോണിലെ സീറ്റ് നമുക്ക് കാണാം. ഇതിനു മുമ്പ് പല സമയത്തും അല്ലെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസിലടക്കം ഡെനേരിസ് വന്നിരിക്കുന്ന ഡ്രാഗൺ സ്റ്റോണിലെ ആ ഒരു സീറ്റാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. ആൻഡ് അറ്റ് ദ സെയിം ടൈം കിങ്സ് ലാൻഡിങ്ങിലാണെങ്കിൽ അയൺ ത്രോണും. സോ ഇത് രണ്ടുമാണ് സെപ്പറേഷൻ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഇത് കൂടാതെ ഇവർക്ക് ചുറ്റും പല പല ഹൗസസിൻ്റെ സിജിൽസ് കൊടുത്തിട്ടുണ്ട്. സോ ഓരോ ഹൗസസ് ആരുടെയൊക്കെ കൂടെ നിൽക്കും എന്നാണ് അവിടെ തന്നെ കാണിക്കുന്നത്. അതൊക്കെ ഇനി പറഞ്ഞു വരുന്നുള്ളൂ. പക്ഷേ സിംബോളിക്കായിട്ട് ഓൾറെഡി ഇവിടെ തന്നെ അത് ഒരു മിനി സ്പോയിലറായിട്ട് തന്നെ ഇവിടെ കാണിച്ചു തരുന്നുണ്ടെന്ന് പറയാം. കാരണം ഇപ്പോൾ ഏതൊക്കെ ഹൗസസ് ആരുടെയൊക്കെ കൂടെ നിൽക്കും. സോ സ്റ്റാർക്സ് ഒക്കെ കൂടി വേണമെങ്കിൽ ഇവരുടെ കൂടെയും ബ്ലാക്സിൻ്റെ കൂടെയും ബാക്കിയുള്ള ലാനിസ്റ്റേഴ്സ് ഹൈടവർ ഒക്കെ തന്നെ ഗ്രീൻസിൻ്റെ കൂടെ എന്നൊക്കെ ഡിപ്പിക്ട് ചെയ്യാനാണ് അവിടെ മുഴുവനായിട്ട് അവിടെ വൂൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. then അത് കഴിഞ്ഞ് ടാർഗറിയൻ ഹിസ്റ്ററിയിലെ മെയിൻ ഇവന്റിലൊന്നായിരുന്നു ഡാൻസ് ഓഫ് ദി ഡ്രാഗൺ എന്ന ഇവന്റ്. അതായത് നമ്മുടെ എയ്മൺ ടാർഗറിയൻ എങ്ങനെയാണ് വാഗാറിനെ യൂസ് ചെയ്ത് നമ്മുടെ അറാക്സിനെയും ലുസേരിയസ് ടാർഗറിയനും കൊന്നത്, ആ ഒരു സീക്വൻസ് ആയിരുന്നു തൊട്ടടുത്തതായിട്ട് കാണിച്ചത്. ഒരു പക്ഷേ ഇനി അടുത്ത സീക്വൻസ് വരുമ്പോൾ ഈ ഒരു ബ്ലഡ് ആൻഡ് ചീസിനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ആ ഒരു സീക്വൻസ് ഒരു പക്ഷേ ഉൾപ്പെടുത്തിയേക്കാം. ഇത്തരത്തിലുള്ള ഇനി ടാർഗറിയൻ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ഇവന്റ്സ് ഒരു പക്ഷേ ഇതിൽ മൂവ് ചെയ്ത് ഇനി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അടുത്തടുത്ത സീക്വൻസ് വരുന്ന സമയത്ത് ഇനി ഇതുപോലെ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഇതുവരെ മുഴുവനായിട്ട് കാണിച്ചത് വലേറിയ മുതലുള്ള ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ വരെയുള്ള ഒരു ടാർഗറിയൻ ഹിസ്റ്ററിയാണ്. സോ ഇത് ത്രൂ ഔട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈവൻ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് വരെ ഇത് വേണമെങ്കിൽ ഇങ്ങനെ പോവാം. സോ അടുത്തടുത്ത സീസൺ വരുമ്പോഴും അല്ലെങ്കിൽ എപ്പിസോഡ് മാറുമ്പോഴും ഒരു പക്ഷേ ഇനിയും ആഡ് ഓൺ ആയിട്ട് സാധനങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഹൗസ് ഓഫ് ദ ഡ്രാഗണിൻ്റെ സീസൺ 2 ഓപ്പണിംഗ് ക്രെഡിറ്റ്. സോ ഓപ്പണിംഗ് ക്രെഡിറ്റിൽ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതിൽ തന്നെ കുറേ സാധനങ്ങൾ ഞാൻ മിസ് ആയിട്ടുണ്ട്. സോ ഇതിൽ മുഴുവനായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. പല പല ഇനിയും ചെറിയ മൈന്യൂട്ട് റെഫറൻസുകളൊക്കെ ഉണ്ട്. അതൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. എന്തെങ്കിലുമൊക്കെ അറിയുന്നുള്ളവരുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകളിലോ അല്ലെങ്കിൽ അടുത്ത സീസൺ വരുമ്പോഴോ എക്സ്ട്രാ ആഡ് ഓൺ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ പിന്നീട് ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് സീസൺ 2 ഓപ്പണിംഗ് ക്രെഡിറ്റിന്റെ ഫുൾ ഡീറ്റെയിൽസ്.